നമസ്കാരം. മൊറോക്കോയിലെ ഒന്നാമത്തെ ദിവസം. എല്ലാവർക്കും നല്ല പുതിയ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വി ആർ സ്റ്റാർട്ടിങ് അവർ ഡേ വിത്ത് മൊറോക്കൻ ടീ. മൊറോക്കൻ ടീ കേട്ടിട്ടേ ഉള്ളൂ. കിളത്തി കഴിക്കാനൊക്കെ പഠിച്ചല്ലോ, കൈ കഴിക്കല്ലേ. അങ്ങനെ ഗൈസ്, അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവിടെ നിർത്തി. ഇത് ഈച്ചകളൊക്കെ ഉണ്ട് കൂട്ടിന്. പിന്നെ എന്താണ്, ഒരു പാൻ കേക്ക് പോലത്തെ സാധനങ്ങൾ, ബ്രെഡ്, ജാം, പിന്നെന്താണ് ചീസ്, ബട്ടർ, പറാത്ത. ഇവിടെ ഒരു ഫ്രൈഡ് എഗ് ഒക്കെ വരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ എനിക്കൊന്നും ഇവരുടെ ട്രഡീഷണൽ ഫ്രൈഡ് എഗ് കാണത്തില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എമി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് നിർത്തി. ഒരു ആവറേജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് എമി ബ്രേക്ക്ഫാസ്റ്റ്? ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവന് ചിലപ്പോൾ ഇവരുടെ മൊറോക്കൻ സ്റ്റൈലിൽ ഫില്ല് ചെയ്യത്തില്ലായിരിക്കും. നമ്മൾ ഇതിനു മുന്നേ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് എഗും കാര്യങ്ങളായിട്ടൊക്കെ അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോപ്പർട്ടി ഇത് റിയാഡ് എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. റിയാഡ്. ഇതിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതായത് പണ്ട് കാലത്ത് ഈ ഒരു മോഡലായിരുന്നു വീടുകളെല്ലാം. അത് അഡാപ്റ്റ് ചെയ്തിട്ട് ഹോം സ്റ്റേകളും കാര്യങ്ങളായിട്ടൊക്കെ ആ രീതിയിൽ അതിനെ പണിഞ്ഞെടുക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ടൈപ്പുണ്ട്. ഒരു നടുമുറ്റമുണ്ട്, താഴെ ആൾക്കാരൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. നമുക്കിവിടെ ഇരുന്ന് മേളിലെ റൂഫ് ടോപ്പിൽ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ. ഗൈസ്, അങ്ങനെ ബാബുച്ചായുടെ വിടയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ഇടനാഴികളിലൂടെ ചെക്കൗട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമുക്ക് 1-2-3 ടാസ്കുകളുണ്ട്. ആ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് ടാക്സി വിളിക്കണം. നമ്മൾ ഇന്ന് ഗൈസ് മൊറോക്കോയിലെ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ട്രെയിന് എങ്ങനെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ, എന്തൊക്കെ മീഡിയംസ് യൂസ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാം, അതിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ നിയറസ്റ്റ് മറാക്കേഷ് ട്രെയിൻ സ്റ്റേഷൻ തന്നെയാണ് അടുത്തുള്ളത്. അവിടേക്ക് പോകാം. അന്നൊരു ടാക്സി വിളിക്കണം. നമ്മൾ പ്രീ ബുക്ക് ഒന്നും ചെയ്തില്ല ടിക്കറ്റ്സ്. അവിടെ ചെന്നാൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇൻ കേസ് അവർ പറയാൻ പ്രീ ബുക്ക് ചെയ്ത് പറ്റത്തുള്ളൂ എന്ന് പറയാൻ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. ഐ മീൻ ഫോർ ദ നെക്സ്റ്റ് ട്രെയിൻ. നമ്മൾ ആ കോറിഡോറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് വരുന്നത്. ഇന്നലെ നമ്മൾ കഴിക്കാൻ പോയത് ഈ ഒരു ഭാഗത്തായിരുന്നു. വണ്ടി നോക്കണേ, ചുമ്മാ ചാടി അങ്ങ് ഇറങ്ങുക. ഗൈസ്, ഇവിടെ നമ്മള് നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ ബൈക്ക് ഉണ്ടല്ലോ, ഈ പോകുന്ന സാധനം കേട്ടോ, ഇതിവിടുത്തെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇവിടെ എന്താ പറയുക, പ്രായഭേദമന്യേ, ജാതിഭേദമന്യേ, അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ അങ്ങനൊന്നും ഇല്ല, എല്ലാരും യൂസ് ചെയ്ത സാധനം. എവിടുന്ന് കയറി വരുന്നത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മള് ഒരു ടാക്സി ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മള് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ ബാർഗൈൻ ചെയ്യാൻ നിന്നില്ല, കാരണം നമ്മൾ ഈ പെട്ടിയും കൊണ്ട് നമ്മൾ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണല്ലോ. ഒരു 50 യൂറോയ്ക്ക് 50 ദറംസിന് 50 ദറംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 യൂറോ ടൈപ്പ് ആവും. അത്ര ആവത്തില്ല ശരിക്കും പറഞ്ഞാൽ, ഒരു 2-3 യൂറോ എന്നുള്ളൂ. പിന്നെ നമ്മൾ അതിന് വേണ്ടി വെറുതെ രാവിലെ നമ്മുടെ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് ലേറ്റുമാണ് നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് നമ്മളൊരു ടാക്സി കയറി ഒന്നുകൂടെ ബാർഗൈൻ ചെയ്തായിരുന്നു. 30 കിട്ടിയത്. 30 സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. വലിയ വൃത്തിയുള്ള ഒരു ടാക്സി ഒന്നും അല്ല കിട്ടിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു പാപ്പാപ്പൻ രാവിലെ 100 പറഞ്ഞില്ലല്ലോ അല്ലേ? 100 പറഞ്ഞില്ലല്ലോ. 50 ഇറ്റ്സ് ഓക്കെ. 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ പോകാൻ ഒരു 50. നിങ്ങളൊരു 30 ശ്രമിച്ചു നോക്കണം കേട്ടോ. 50 പറയുമ്പോൾ ഒരു 30 ശ്രമിച്ചു നോക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 40 പോകാൻ പറ്റും. പൈസ അങ്ങനെ നമ്മളെ കൊണ്ടുവിട്ടിട്ടാണ്ട് അപ്പാപ്പൻ തിരിച്ചു പോവാണ്. അപ്പാപ്പൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വൃത്തിയില്ലതേ ഉള്ളായിരുന്നു. ഇവിടെ പിന്നെ പൊതുവെ ടാക്സികൾക്കൊക്കെ ആ ഒരു അത്രയൊക്കെ പ്രതീക്ഷ മതി കേട്ടോ. പഴയ സെറ്റപ്പാ. പിന്നെ നമ്മൾ ഇത്രയും ദൂരം, അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ വന്നതിന് 4 പൗണ്ട് ആണ് ആയത് കേട്ടോ. അത് വലിയ എത്ര എമൗണ്ട് ഒന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് ഇവിടെ ഓൺ അറൈവലിൽ ടിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ്. കിട്ടുകൂടി കാരണം ചിലത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം അവൈലബിലിറ്റിയുടെ പ്രശ്നമൊന്നും വരത്തില്ല എന്നുള്ളത്. നമുക്ക് അകത്തോട്ട് കയറാം. നോക്കട്ടെ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ? 10.50 നമുക്ക് പിടിക്കേണ്ടത്. ഇപ്പൊ 10:28. ഇത് നമ്മൾ ഷോപ്പിംഗ് മാളിലോട്ട് കയറി പോലുണ്ടല്ലോ. ഗൈസ്, നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കയറി ഷോപ്പിംഗ് മാളിലോട്ട് കയറി പോലുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. മക്ഡൊണാൾഡ്സ് ഉണ്ട്, KFC ഉണ്ട്, അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചിലരെയൊക്കെ കണ്ടിട്ട് ഇന്ത്യൻസിന്റെ കൂട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ത്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ട്രെയിൻ സ്റ്റേഷൻ ടിക്കറ്റ് ഓഫീസ്. I'll take card please. Rabat please.
Rabattbil oder extra? 10.50. The next one at 10.50. 10.50, yeah. അങ്ങനെ നമ്മള് മറാക്കേഷ് നിന്ന് റബാത്തിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം എത്ര ആയത്? 400 എന്ന് പറയുമ്പോൾ 400 എന്ന് പറയുമ്പോൾ 400 എന്ന് പറയുമ്പോൾ 40 പോകുന്നുണ്ട് രണ്ടുപേർ കൂടെ. രണ്ടുപേർ കൂടെ ഏകദേശം 40 പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 3-3.5 മണിക്കൂർ ജേർണി ഉണ്ട്. 10.50 ആണ് നെക്സ്റ്റ്. ഇത് ടിക്കറ്റ്സ് ക്യാഷ് ഉപയോഗിച്ചെടുക്കുന്നത്. അങ്ങനെ അപ്പൊ നമുക്കെന്നാ ട്രെയിനിന്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ഒരു ക്യൂ പോകുന്നുണ്ട് ആൾക്കാർ. ലെറ്റ്സ് സീ. അപ്പൊ ഗൈസ് എല്ലാം സമയത്തിനായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്തിന് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ ഭയങ്കര സുതാര്യമായിരുന്നു. അവിടെ ഒരു ലേഡി നിപ്പുണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അല്ലേ? ഒരു പെൺകുട്ടി ഒന്നുമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് കാർഡാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ക്യൂ ഒന്ന് വാങ്ങിക്കാം. നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അവിടെ രണ്ടുപേരും നിന്ന് ടിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ട്രെയിൻ പോകും. ഗൈസ് ഒന്നും പറയാനില്ല. ചേട്ടന്മാരൊക്കെ കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഭാഷ കൈകാര്യം ചെയ്യാൻ, അല്ലേ? ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും ഓക്കെയാണ്. ഇപ്പൊ തന്നെ നമ്മള് ഗൈസ് സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ കാണുമ്പോൾ നമുക്ക് നാടുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ ഫോർ സം റീസൺ നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് ആ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാം. 2-3 കാറ്റഗറി ഉണ്ട് ടിക്കറ്റ്സിന്. സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, പിന്നെ വേറെ എന്തോ കാറ്റഗറി ഒക്കെ ഉണ്ട്. സോ നമ്മൾ സെക്കൻഡ് ക്ലാസ് ആണ് എടുത്തത്. സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും തമ്മിൽ ഏകദേശം 10 പൗണ്ടിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസിന്റെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കാം. എനിക്ക് തോന്നുന്നു കൂപ്പേ ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്. മറ്റേത് നോർമൽ സീറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി. നല്ല കളർഫുൾ ട്രെയിൻ അല്ലേ? ഇവിടെ ഞാൻ 1-2 വീഡിയോസും ഒക്കെ കണ്ടത് വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും നമ്മുടെ നാടുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ആണെന്നാണ് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല നെറ്റ്വർക്ക് റെയിൽ നെറ്റ്വർക്ക് നമ്മുടെയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ നെറ്റ്വർക്ക് ആണ്. അതുമായിട്ട് സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. സാമ്യമുണ്ട് മൊറോക്കന്. ഗൈസ് നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്നുള്ളത്. ഇത് കോച്ചിന്റെ നമ്പറും പിന്നെ സീറ്റ് നമ്പർ അകത്ത് കയറുമ്പോഴാണ് കേട്ടോ. വോയിച്ചർ നമ്പർ അങ്ങനെ എന്തോ ആണ്. ഇതിപ്പോ 11 കഴിഞ്ഞാൽ പിന്നെ നേരെ 21 കേട്ടോ. നമ്മുടെ 22 അല്ലേ? 24. യെസ്. അപ്പൊ ഏറ്റവും ബാക്കിലാണ്. അപ്പൊ നിങ്ങള് 10 കഴിഞ്ഞ് 11 പ്രതീക്ഷിക്കരുത്. 10 കഴിഞ്ഞാൽ ചിലപ്പോൾ 20 ആയിരിക്കും. എല്ലാം കൂടെ എത്ര ബോഗിയുണ്ട്? എല്ലാം കൂടെ ഒരു 8 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും ഷൊർണൂരേക്ക് പോകുന്ന ഫസ്റ്റ് പാസഞ്ചർ ഇപ്പൊ പുറപ്പെടും. 10 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. കയറിക്കോ നൈസായിട്ട്. നമ്മുടെ തനി നാടൻ സെറ്റപ്പാണ് ഗൈസ്. തനി നാടൻ ആ ഒരു ഗ്രഹാതുരത്വം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എമി ബാഗ് പിടിച്ചടി. അങ്ങനെ 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 നമ്മൾ ട്രെയിനിന്റെ അകത്തേക്ക് കയറി. അപ്പുറത്തൂടെ കയറിയാൽ മതിയായിരുന്നു. അപ്പുറത്തോടെ കയറിയാൽ മതിയായിരുന്നു അല്ലേ മീ? പക്ഷെ പുറത്ത് എഴുതി വരില്ല. നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ സൈഡിൽ കൂടെ കയറിയ ഏതൊക്കെ സീറ്റാണ്. അത് കൊള്ളാം. നോട്ട് ബാഡ്. ചെറിയൊരു റിഗ്രറ്റ് വരുന്നുണ്ടോ? ഫസ്റ്റ് ക്ലാസ് വേണമായിരുന്നു. 10 പൗണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു പെർ പേഴ്സൺ. അങ്ങനെ ഒരു ഭയങ്കര കൺജസ്റ്റഡ് ഫീലോ അങ്ങനെ സീറ്റ് അലോക്കേറ്റഡ് അല്ലേ? അപ്പൊ അങ്ങനെ സീറ്റിന് വേണ്ടി ഓടേണ്ട കാര്യമില്ല. ഇല്ല. പിന്നെ ലഗേജ് എല്ലാം വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് നാട്ടിലെ ട്രെയിൻ പോലാണെന്ന് പറഞ്ഞായിരുന്നു. സമയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പൊ 10:50 പോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സമയം എത്രയായി? 10:45 ആയി. 5 മിനിറ്റിനുള്ളിൽ കണക്കിന് ട്രെയിൻ എടുക്കണം. എടുക്കുമേ സമയത്തിന്റെ കാര്യത്തിലൊക്കെ സെറ്റ് ആണെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ. 10:50 എടുക്കുവാണെങ്കിൽ മൊറോക്കൻ റെയിൽവേ കുറിച്ച് ഗൈസ്. അങ്ങനെ മൊറോക്കൻ റെയിൽവേ വാക്ക് പാലിച്ചിരിക്കുകയാണ്. 10:50 തന്നെ ട്രെയിൻ എടുത്തു. കറക്റ്റ് 10:50 ആയപ്പോൾ ട്രെയിൻ മൂവ് ആയി.
ട്രെയിൻ ഇങ്ങനെ 100-110 എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര സ്പീഡാണ്. പിന്നെ അതായത് ടോയ്ലറ്റിലൊന്ന് പോകാൻ വെച്ച് വന്നപ്പോൾ ടോയ്ലറ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോറി, ഇന്ത്യൻ റെയിൽവേ തന്നെ. അയ്യോ, രക്ഷയിലോട്ടോ, ട്രെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്, കൺട്രോൾ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെ ലിബർട്ടി ഒന്നുമില്ല കേട്ടോ, പോരാ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പോലും ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയില്ലേ. വൃത്തി തീരെ മോശമാണ്. പിന്നെ വേറെ കാഴ്ച കാണിച്ചു തരാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ ഇപ്പൊ ഒരുപാട് മുന്നോട്ട് പോയി. ഓക്കെ, നമ്മളങ്ങനെ ഒരു നാട്ടിൽ വന്ന കുറ്റം പറയുന്നതല്ല, സ്റ്റിൽ വൃത്തിയുടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എച്ച് സീറ്റിലോട്ട് പോകാം. നോ സ്മോക്കിംഗ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൊച്ചാട്ടൻ അവിടെ നിന്ന് കോറിഡോറിൽ നിന്ന് വലിച്ചു വിടുന്നുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിനെ ആണെങ്കിലും സ്മോക്ക് ഡിറ്റക്ടറൊക്കെ എന്തൊക്കെ സാധനം വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുക, ടിഷ്യൂ ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ചായ് ഫ്രീ ആയിട്ട് വരുമോ? അത് വേണേ വാങ്ങിച്ചാൽ മതി. കാശ് കൊടുക്കണം. പിന്നെ ഫ്രീ ആയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. തണുപ്പാണെല്ലാം എല്ലാം കൊള്ളാം. കുക്കീസും കോളയും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം ഞങ്ങൾക്ക് ഈ ബ്ലൈൻഡ്സ് ഇടേണ്ട വന്നു കൈസ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇപ്പോഴും പുറത്തൊക്കെ അടിച്ചെടുക്കുക. രാവിലെ ഇച്ചിരി ക്ലൗഡി ആയിരുന്നു, പക്ഷേ ഇപ്പം കംപ്ലീറ്റ് കാലാവസ്ഥയൊക്കെ മാറി. എന്നാലും ഇടയ്ക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഇത്, ഒന്ന് കൂടും ഒന്ന് കുറയും, സൺലൈറ്റ് വരും പോകുന്നൊക്കെ ഉള്ളൊരിതാണ്. പക്ഷെ ചൂട് അങ്ങനെ തന്നെ നിൽപ്പുണ്ടല്ലേ, കൃഷ്ണ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ അത് ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് പുള്ളി അവിടുന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. സ്കാൻ ചെയ്ത് ഇതാണ് ആ ടിക്കറ്റ്. ഒരു QR ഉണ്ട്. പിന്നെ ഇതിനകത്താണ്ട് എവിടെ വോയിറ്റർ നമ്പർ, ഇത് ബോഗി നമ്പറാണേ. പിന്നെ സീറ്റ് നമ്പർ ഇതാണ്ട്, ഇത് 92 എന്ന് പറയുന്നത്. അങ്ങനെ സീറ്റ് 24 എന്ന് പറഞ്ഞാൽ 24 കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയ 7-8 കമ്പാർട്ട്മെന്റേ ഉള്ളൂ. പലതിന് പല നമ്പേഴ്സ് കൊടുത്തേക്കുന്നുള്ളതേ ഉള്ളൂ. ഞാൻ ട്രെയിൻ നിർത്തിയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണേ. ഡോറൊന്നും തന്നെ അടഞ്ഞു പോകുന്ന സെറ്റപ്പ് അല്ലെന്ന് തോന്നുന്നു. പുറത്തും തുറക്കാനുള്ള ലോക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചുമ്മാ റിസ്ക് എടുത്തതാണ്. കൊള്ളാം, നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റേഷൻ പോലൊക്കെ തന്നെ ഉണ്ടേ. അങ്ങനെ എൻ്റെ ട്രെയിൻ എഞ്ചിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആയി പോകും. ചിലപ്പോൾ എമി തന്നെ പോകേണ്ട വരും. ആക്ച്വലി ഞാനിപ്പോൾ ആ സ്റ്റേഷനിൽ ഇറങ്ങി വീഡിയോ എടുക്കാൻ നേരത്തെ ഒരു പോലീസ് മാമ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു. പുള്ളിക്ക് ലാംഗ്വേജ് അറിയത്തില്ലായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ വീഡിയോ എടുക്കരുത് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചതുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കയറി. പ്രശ്നമൊന്നുമില്ല, ഓക്കെ. ഞാൻ ചിലയിടത്ത് ഇങ്ങനെ കണ്ടായിരുന്നു ചില വീഡിയോസിലൊക്കെ, അതായത് ഇവിടെ പബ്ലിക് പ്ലേസിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നോ പറയാറുണ്ട് എന്നൊക്കെ. ഇങ്ങനെ പോലീസുകാരല്ല, ആൾക്കാരാണെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവാറാണെന്ന് കേട്ടിട്ടുണ്ട്. മിക്സഡ് അഭിപ്രായമാണ് ചിലതൊന്നും അത്ര. പക്ഷെ നമുക്ക് ഇതുവരെയുള്ള ഫീലിംഗ് വെച്ചിട്ട് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫേസ് അത്യാവശ്യം ടയർഡ് ആയതുകൊണ്ട് നമ്മുടെ ഫേസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇനി ടയർഡായ യാത്ര മാത്രമല്ല, മാനസികമായിട്ട് ടയർഡായിട്ടില്ല, പക്ഷെ നല്ല ഉഷ്ണമുണ്ട്. മാനസികമായിട്ട് ടയർഡാവുന്ന പ്രശ്നമില്ലല്ലോ, കാരണം നമ്മൾ പുതിയ എക്സ്പീരിയൻസുകൾ ഇങ്ങനെ കണ്ടും കേട്ടും ഇരിക്കുകയല്ലേ. പക്ഷെ നല്ല ചൂടുണ്ട്. അതിൻ്റെ കൂടെ യാത്രയും കൂടെ ആയപ്പോഴത്തേനും അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ട്രെയിൻ എടുത്തു. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്, അടുത്ത സ്റ്റേഷനിലേക്ക്. ക്രോസിംഗ് എന്തായാലും ഗൈസ്, ഒരു ഒട്ടും പരിചിതമല്ലാത്തൊരു ലാൻഡ്സ്കേപ്പോ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറോ ഒന്നുമല്ല, കാലാവസ്ഥയോ ഒന്നുമല്ല. നമുക്ക് ഇന്ത്യൻസിന് വളരെ പരിചയമുള്ളതും അല്ലെങ്കിൽ UAE ഒക്കെ വിസിറ്റ് ചെയ്തുള്ളവർക്കും ഇതൊക്കെ കുറെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആ ഒരു ബിൽഡിങ്ങുകളായാലും ടെമ്പറേച്ചർ ആയാലും
എല്ലാം ഈ പറഞ്ഞ ഒന്നും പരിചയമല്ലാത്തൊരു സംഭവത്തിലേക്കല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. എവിടെയൊക്കെയോ നമുക്കറിയാം ഇത്, എവിടെയൊക്കെയോ നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്ര ക്ലീൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ ലൈനുകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. നിങ്ങൾ ടോയ്ലറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, മറ്റേ ബയോ ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരെ ട്രാക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. അതെ, നമ്മുടെ ആ പഴയ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി നമ്മളിവിടെ ഇപ്പം മറ്റേ നമ്മുടെ സൂപ്പർ ടോയ്ലറ്റുകളും. പിന്നെ നമ്മളുടെ ആൾക്കാർ തന്നെയാണല്ലോ ഇത് നശിപ്പിക്കുന്നത്. നമ്മൾ ആരെ കുറ്റം പറയും, നമ്മളെ തന്നെ കുറ്റം പറയണ്ടേ. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്ക് തന്നെയാണ് കിടക്കുന്നത്. അത് യൂസേജ് കൂടി പിന്നെ ഡെയിലി അവരെ കൊണ്ട് കഴിയാവുന്നതിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ ആൾക്കാരോട് ശ്രദ്ധിക്കണം. ഏതോ വലിയ സ്റ്റേഷൻ എടുക്കാൻ പോവാണ്, എനിക്ക് തോന്നുന്നു കാസബ്ലാങ്ക ആയിരിക്കണം. കാരണം നമ്മുടെ ഷൊർണൂരൊക്കെ എടുക്കാൻ പോകുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം ലൈനൊക്കെ വലുതായി വരുന്നു, ഒരുപാട് ട്രാക്കുകൾ. കാസ വോയേജേഴ്സ്. ഓക്കെ, എനിക്ക് തോന്നിയത് കാസബ്ലാങ്കയുടെ ഒരു മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ലാലേട്ടൻ്റെ നമ്പർ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് 2255. അങ്ങനെ നീണ്ട 3.5 മണിക്കൂറത്തെ കഠിനമായ യാത്ര അല്ലേ. പിടിച്ചോ. യെസ്, കമ്മിങ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പുറത്ത് തണുപ്പ്, ഇവിടെ പുറത്തിറങ്ങിയപ്പോ ഭയങ്കര ആശ്വാസം അല്ലേ. ട്രെയിനകത്ത് ഭയങ്കര ചൂടായിരുന്നു. ട്രെയിനകത്താണ് ചൂട്, അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, അങ്ങനെ ട്രെയിനകത്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. പുറത്തിറങ്ങിയപ്പോ നല്ല കിടിലിന് ആശ്വാസം, നല്ലൊരു വെതർ. നമ്മളിപ്പോൾ ഉള്ളത് റബാത്തിലാണ്. റബാത്ത് എന്ന് പറയുന്നത് മൊറോക്കോയുടെ ക്യാപിറ്റൽ സിറ്റി. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കിനി ഒരു ടാക്സി തപ്പണം. നമ്മളൊരു ടാക്സി ചേട്ടനെ പരിചയപ്പെട്ടു. ടാക്സി ചേട്ടനെ ഇവിടെ എനിക്കൊന്ന് ബ്ലൂ ടാക്സിയിലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ ബ്ലൂ കളർ ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണോ ഉപദ്രവിക്കാനാണോ ഒന്നും അറിയില്ല. വന്നപ്പോഴേ നമ്മൾ അപ്രോച്ച് ചെയ്തു. പുള്ളി അന്നേരം ഹോട്ടലിൻ്റെ പേരൊക്കെ നമ്മളോട് ചോദിച്ചു. ഇതുകൊണ്ട് കഴിച്ചു നമ്മുടെ മരാക്കേഷിൽ യെല്ലോ ടാക്സി ആയിരുന്നെങ്കിൽ ഇവിടെ ബ്ലൂ ടാക്സിയാണ്. അദ്ദേഹത്തിൻ്റെ ടാക്സിയൊക്കെ തുറന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഈ റബാത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവിധമായ യാത്രാ സൗകര്യങ്ങളും ഇവിടെ കണക്ടിവിറ്റി എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ ട്രാം ഒക്കെ ഓടുന്നുണ്ട്. കാസബ്ലാങ്ക ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ മരാക്കേഷ് നമ്മള് ട്രാം ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മുടെ ട്രാമിനെ ഓടി തോപ്പിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. പുള്ളി പറയായിരുന്നു ഒരുപാട് ഇന്ത്യൻസ് ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, റബാത്തൊക്കെ വന്ന് കാണുന്നവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. നമ്മളെ പോലെ ഭ്രാന്തുള്ളവരാരും കാണത്തില്ല. ഇതിപ്പോ നിങ്ങളെ ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി കാണിക്കണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് നമ്മൾ സത്യം പറഞ്ഞ ഈ റബാത്തിലേക്ക് വന്നത്. റബാത്ത് നമ്മൾ ഹബ്ബായിട്ട് വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് കാസബ്ലാങ്ക, ഷെഫ്ചോവനൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹോട്ടലെത്തി. അതുകൊണ്ട് ആ ഒരു ഗർഡീനിയ എന്ന് പറയുന്ന ഫ്ലാഗ് ഒക്കെ ഉള്ള ഹോട്ടലാണ് നമ്മളുടേത്. അപ്പൊ നമുക്ക് ചേട്ടന് പൈസ കൊടുക്കുക, നമ്മുടെ സാധനങ്ങളൊക്കെ പറക്കി വെക്കാം, എന്നിട്ട് നമുക്ക് പോകാം. ഓക്കെ ഓക്കെ ബ്രദർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പാപ്പനോട് നമ്മൾ യാത്ര പറഞ്ഞു. നമ്മൾ ഇനി ഗാർഡീനിയയിലോട്ട് പോട്ടെ. ബൊട്ടീക്ക് സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം. തലങ്ങും വിലങ്ങും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓടിക്കോ. അങ്ങനെ നമ്മൾ ഗാർഡീനിയയിലേക്ക് കടക്കുകയാണ്. ലെറ്റ്സ് സീ ഇവിടെ നമുക്ക് വേണ്ടി എന്താണ്. ഇതെന്തായാലും ഹോട്ടൽ സെറ്റപ്പ് തന്നെ, റിയാഡൊന്നുമല്ല. ലെറ്റ്സ് സീ കയറുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഹോട്ടൽ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഐശ്വര്യമായിട്ട് നമുക്ക് ഗൃഹപ്രവേശം നടത്താം. നമ്മുടെ 2 ദിവസം നമ്മളിനി ഇവിടെ ആയിരിക്കും. ഓപ്പണേ നീറ്റ് ആൻഡ് നൈസ്. അത്യാവശ്യം വലിയ റൂമാണ്. റൂമിന്റെ പുറത്തോട്ടുള്ള കാഴ്ച എന്താണ്? നമ്മുടെ സിറ്റി വ്യൂ. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ റോഡാണ് ഈ കാണുന്നത്. തുറന്നു നോക്കട്ടെ. ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വന്നിറങ്ങിയ ആ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം കൊള്ളാം കേട്ടോ, റിവ്യൂ ഉണ്ട്. പിന്നെ നമുക്കിനി ടോയ്ലറ്റ് റിവ്യൂ ചെയ്യട്ടെ. കയ്യോടെ വൃത്തികേടാവുന്നതിന് മുന്നേ. അത്രേ ഉള്ളൂ. ഓക്കെ,
സോ നല്ലൊരു ഷവർ ഏരിയ ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കൊമോഡോ കാര്യങ്ങളുണ്ട്. എടി ഇവിടെ ഉണ്ട് സാധനം, നമ്മൾ കാത്തിരുന്ന സാധനം അങ്ങനെ. സോ നമ്മള് ഇന്നലെ റിയാഡിൽ ചെന്നപ്പോ പോലും അവിടെ പോലും കാരണം സാധാരണ ഇവിടെ മറ്റേ പഴമ കാണിക്കുമ്പോൾ മെയിൻ ആയിട്ട് കാണിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് അല്ലേ ആണല്ലോ. ഹെയർ ഡ്രയറും പരിപാടികളൊക്കെ ഉണ്ട്, നല്ല ടവൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഓൾ ഗുഡ്. കാണിക്കുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, അന്നതില്ലല്ലോ അല്ലേ, അന്നത് കാണത്തില്ല. നല്ലൊരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബ് അത്യാവശ്യം പൊളിഞ്ഞു വീഴോ, വാർഡ്രോബിനകത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെന്താ ഉള്ളത്, ഇപ്പത്തെ സൈഡില് ലോക്കറുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ബാഡ്. എന്താണ് എന്തൊക്കെയോ, ലോണ്ട്രി സർവീസും ഉണ്ട് കേട്ടോ. നോട്ട് ബാഡ്, ഗുഡ്. ഓക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത 2 ദിവസത്തെ വീടാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ എന്നാ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അന്നേരത്തെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മള് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മള് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ എന്ത് കഴിക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നപ്പോ ഗൈസ് യാദൃശികമായിട്ടൊരു ഇന്ത്യൻ ഹോട്ടൽ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ മൊറോക്കോയിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യുവാന്ന്. അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ആത്മാവിന് ശാന്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ക്യുക്കായിട്ട് കഴിച്ചിട്ട് നമ്മൾ ഉടനെ അതും ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പോകാം. കാസബ്ലാങ്കയിലേക്ക് നമുക്ക് പോകണമല്ലോ. സോ സി ഓക്കെ, ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ. ഗൈസ് നമ്മൾ വി ആർ നിയർലി ദെയർ. ഈ കാണുന്ന കടയാണ്. പുറത്തുനിന്ന് കണ്ടിട്ട് സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു, കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിരുന്നു. പക്ഷേ ഇനി എന്താ ഓർഡർ ചെയ്ത് ചിക്കൻ ഹക്ക നൂഡിൽസ്. അത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത ഒരു ബിരിയാണിയാണ്, ലാം ബിരിയാണി. അവിടെ എത്തിയില്ല, ഇറ്റ്സ് ഓക്കെ. ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചെന്നുള്ളതല്ലോ കേട്ടോ. നമ്മൾ ഇനി ഇവിടുത്തെ ലോക്കൽ കുസീൻസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു ടാക്സി എടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോവാം. ഗൈസ്, ഇവിടെ വൈഡ്ലി ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദറംസ് ആണ് എല്ലാവർക്കും ഇഷ്ടം. യൂറോയോട് വലിയ താല്പര്യമില്ല. മറാക്കേഷി കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവിടെ ആൾക്കാർ ദറംസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു മണി എക്സ്ചേഞ്ച് വന്നപ്പോൾ അത് ക്ലോസ് ആയി. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ UK കാർഡ് യൂസ് ചെയ്ത് കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തു. സോ 1 ടൈം വിഡ്രോ ചെയ്യുന്നതിന് 35 ദറംസ് ആണ് ആയത്. 35 ദറംസ് എന്ന് ഏകദേശം 2-3 പൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഷാർജ വൈബ് കിട്ടിയ പിന്നെ ഏത് ടാക്സി ഒക്കെ കൈ കാണിച്ച് നിർത്താന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലേ. ഇവിടെ നിന്നായിരിക്കും വരുന്നത്, അടുത്ത ലെഫ്റ്റ് സൈഡിൽ നിന്ന്. എന്താണ് എമി കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി കാണിച്ച ആളിപ്പോ എത്തും. ട്രെയിൻ സ്റ്റേഷൻ. How much? Dirhams. Train station. Dresha. 20. 20. Kera. 20 cents. 20. Okay. Thank you. Let's go. അപ്പൊ അങ്ങനെ അപ്പൊ പുള്ളി 30 ദറംസ് ചോദിച്ചു. നമ്മള് 20 ദറംസ് എന്ന് പറഞ്ഞു. പുള്ളി ഹാപ്പി. ഇപ്പം ഒരു വലിയ തമാശ ഉണ്ടായി. തമാശ എന്നല്ല, ആ മനുഷ്യനെ നമ്മൾ ഓർക്കുന്നു, പാവം. കാരണം നമ്മൾ ആദ്യം ചോദിച്ചപ്പം 3 കാണിച്ച മനുഷ്യനോട് നമ്മള് 2 പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പുള്ളി 10 ദറംസേ വാങ്ങിച്ചുള്ളൂ. അതിനുള്ള ദൂരേ ഉള്ളായിരുന്നു, ഒരു 1.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു വലിയ സാഹസമാണ്. അതായത് നമ്മളിപ്പോൾ റബാത്തിൽ നിന്ന് ഇവിടുന്ന് 1 അവർ ട്രെയിൻ ജേണി എടുത്ത് കാസബ്ലാങ്കയിൽ പോയി കാസബ്ലാങ്ക സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ റബാത്ത് എന്ന് പറഞ്ഞ ഈ ക്യാപിറ്റൽ സിറ്റിയിൽ 2 ട്രെയിൻ സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇറങ്ങിയ ട്രെയിൻ സ്റ്റേഷൻ, അതിന്റെ പേര് റബാത്ത് വിൽ എന്നായിരുന്നു. അത് വില്ലേ. സോ റബാത്ത് വില്ല എന്ന് പറയുന്നത് കുറെ കൂടെ ടൗൺ സെൻട്രലിലോട്ടാണ്. ഇത് പിന്നെ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിയാണ്, ഒരു സൈഡിലോട്ട് മാറിയാണ്, ടൗൺ അല്ല അങ്ങനെ. പക്ഷെ ഇതാണ് വലിയ സ്റ്റേഷൻ. എയർപോർട്ട് എനിക്കൊന്ന് എയർപോർട്ട് ഇത്ര ഇല്ലായിരുന്നു തോന്നുന്നു. സൂപ്പർ, സോ ഗുഡ്. നമ്മള് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, അത് സ്റ്റേഷനിൽ തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓൺലൈനിൽ നോക്കിയപ്പോൾ ശരിക്കും ചില സൈറ്റിലൊക്കെ റൺ ഔട്ട് എന്ന് കാണിച്ചു. ചെല്ലുമ്പോൾ അറിയാനും ഫുള്ളായോ, സീറ്റ് ഉണ്ടോ, ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇവിടുന്ന് 1 അവർ ഡിസ്റ്റൻസേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ പല ഡയറക്ഷനിലോട്ട് പോകുന്ന ട്രെയിനുകൾ ഉണ്ടാവും കാസബ്ലാങ്ക ത്രൂ പോകുന്നതെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വിചാരമാണ് കേട്ടോ. ഗൈസ്, നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കാർഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്കൊരു അടിപൊളി പെങ്കൊച്ച് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലല്ല, സൂപ്പർ സ്മാർട്ട്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
നമ്മൾ സ്ട്രഗിൾ ചെയ്തപ്പോൾ ഹെൽപ്പ് ചെയ്ത്. ലാംഗ്വേജിന്റെ പ്രശ്നമാണ് സ്ട്രഗിൾ വരുന്നത്. അതുപോലെ തന്നെ ചിലത് ഉടനെ പുറപ്പെടുന്നത് ചിലപ്പോൾ ഒരു പോർട്ടിൽ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടായിരിക്കും പോകേണ്ടത്. ഡയറക്റ്റ് പോകുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും. സോ ഞങ്ങൾ ഇറങ്ങി കയറുന്ന പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ പോകേണ്ടത് കൊണ്ട് ഞങ്ങളത് എടുത്തു. ബട്ട് സ്റ്റിൽ അതും ദൂരം സമയം കൂടുതലാണ്, അരമണിക്കൂർ വേസ്റ്റ് ആവുന്നു. ഓക്കെ സി അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി. ഓക്കെ ഗൈസ്, അങ്ങനെ ട്രെയിൻ കൊണ്ട് ഇവിടെ നിർത്തി. നമ്മൾ ഫസ്റ്റ് ക്ലാസ് അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം നമ്പർ 2 ആണ്. നമ്പർ 1 യാത്രയാണ്. അറിയില്ല നമ്പർ 1. അത് നമ്പർ 1 യെസ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്പർ 1 അന്വേഷിച്ചുള്ള യാത്രയിലാണ്. ഇത് കണ്ടോ, ഈ നമ്പർ 1 ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. അങ്ങനെ നമ്മൾ ട്രെയിനകത്തേക്ക് കയറുകയാണ്. മേലോട്ട് കയറുന്നു. ഇത് ഡബിൾ ഡെക്കർ. കൊള്ളാലോ. നൈസ്. അപ്പുറത്തില്ല. ഫസ്റ്റ് ക്ലാസിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? എനിക്കൊന്ന് ഇത് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പിന്നെ കുറച്ചുകൂടെ ഒരു വലിയ സീറ്റുകളുണ്ട്. ഇവിടെ ഉണ്ട് കാല് ചവിട്ടാനുള്ള സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട്. അടുത്തൊക്കെ പോകുമ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു AC അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. അതിന്റെ ഒരു വിഷയമുണ്ടല്ലേ. പുറത്തിനേക്കാളും നല്ല ടെമ്പറേച്ചറാ. അകത്ത് കയറുമ്പോൾ ചൂടാ. ആ ഒരു പുഴുങ്ങലുണ്ട്. അത് ഒഴിവാക്കിയായിരുന്നു നല്ലതായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിലും ഈ പുഴുങ്ങലൊന്നും ഒഴിവാക്കി തന്നായിരുന്നു നല്ലതായിരുന്നു. അങ്ങനെ നമ്മളിതൊക്കെ പ്രതീക്ഷ കേട്ടോ വന്നേ. ഓക്കെയാണ്. പക്ഷെ നമ്മളിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര 5:20 നോട്ട് ബാഡാ. നമ്മള് 7 മണി ആക്ച്വലി നമ്മള് രാവിലെ അവിടുന്ന് പുറപ്പെടാനായിരുന്നു. 8:50 ട്രെയിനിന് കയറാനായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 10:50 ട്രെയിനിനാണ് കയറിയത്. അതിന്റെ കാരണം ഞാൻ അലാം വെച്ചു, എന്റെ ഫോൺ ഓഫ് ആയിപ്പോയി. ഉറങ്ങിപ്പോയി. അല്ല, അത് അലാം വെച്ചോണ്ട് മാത്രം ടയർഡായിരുന്നു. നമ്മള് എക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മള് പിന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോയുടെ ആൾക്കാരാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഓക്കെ ഉറങ്ങിപ്പോയോ, അടുത്ത പ്ലാൻ വരച്ചില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ മാക്സിമം നമ്മുടെ ഐറ്റിനറി ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് വർക്കായില്ലേ നമ്മൾ അടുത്ത പ്ലാൻ ബി ഇടും. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്ര, ഹൈദരാബാദ്, മുംബൈ ഇതൊക്കെ തന്നെ ഉള്ളൂ. മുന്നേ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇനി ഇത് കാണിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമ്മുടെ കസാബ്ലാങ്ക ഇറങ്ങിയതിന് ശേഷം ഉള്ള വീഡിയോസ് കാണിക്കാം കേട്ടോ. നമ്മൾ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയൊരു മോസ്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ 7ാമത്തെ ലാർജസ്റ്റ് 7th ലാർജസ്റ്റ് മോസ്കോ ആണിത്, ഹസൻ 2 മോസ്ക്. സോ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം 1 hour ജേർണിക്ക് ശേഷം നമ്മൾ കസാപോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷനിലെത്തി. നമ്മൾ ഇനി ഇവിടെ ഇറങ്ങുകയാണ്. ഈ കിടക്കുന്ന ഡബിൾ ഡെക്കർ ഇതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു ട്രെയിനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ മേളത്തെ ഡെക്കിലാണ് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ നമ്പർ 2 1 എന്നൊക്കെ എഴുതിയിട്ടില്ല. അത് ഇതിൻ്റെ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 1 എന്ന് കൊടുക്കും, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 2 എന്നായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പതുക്കെ ഇറങ്ങാം. ഇവിടെയാണ് നമ്മൾ ഇത്ര നേരം ഇരുന്നത്. ബൈ ബൈ. ഇപ്പൊ നമ്മൾ ഡബിൾ ഡെക്കറിൽ നിന്ന് താഴോട്ടിറങ്ങും അല്ലേ. താഴെയും സെയിം സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. സീറ്റ് അറേഞ്ച്മെന്റ്. ഓ, ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചിറങ്ങില്ല പണി കിട്ടും. അങ്ങനെ ഇപ്പൊ നമ്മള് കസാഡെ പോർട്ടിലെത്തി. ഇനി നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട്. അപ്പൊ സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഹസൻ 2 മോസ്ക് കാണണം. അപ്പൊ നമുക്കൊരു ടാക്സി വിളിക്കുന്നു. നമ്മൾ നേരെ ഹസൻ 2 മോസ്ക്, അതായത് ഈ ലോകത്തിലെ തന്നെ 7ാമത്തെ വലിയ പള്ളി, ദ 7th ലാർജസ്റ്റ് മോസ്ക് ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ലാർജസ്റ്റ് മോസ്കും. അപ്പൊ നമ്മൾ ഇനി ഏകദേശം നിമിഷങ്ങൾക്കകം കാണാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ടാക്സികൾ ചീറിപ്പാഞ്ഞ് നടക്കുന്നു. ഒരു ചേട്ടൻ നിർത്തിയിട്ടുണ്ട്, ചോദിക്കട്ടെ. ഹസൻ മോസ്ക് 20 കയറിയോ? നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് 20 ആണ്. അത്രയും തന്നെ പറഞ്ഞു. നമ്മൾ ഇനി അതിനകത്ത് ബാർഗൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഹാപ്പി. എന്നാൽ നമുക്ക് നേരെ ഇനി ഹസൻ മോസ്കിലോട്ട് പോവാം. സോ ഗൈസ്, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹസൻ 2 മോസ്ക്. അധികം പഴക്കമുള്ളതല്ല. 1993 ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു
പണിയൊക്കെ കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ശരിക്കും കാണുന്നില്ല, പക്ഷെ ഇറങ്ങിയിട്ട് വിശദമായിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഹാസൻ ടു മോസ്കിന്റെ പരിസരത്ത് എത്തി. പക്ഷെ നമ്മള് എൻട്രൻസിന്റെ അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മുടെ ടാക്സി ചേട്ടൻ പറഞ്ഞു അത് ഇപ്പൊ ക്ലോസ്ഡ് ആണ്, നിങ്ങൾ അപ്പുറത്തോട് ഒന്ന് പോയി നോക്കുക, ആൾക്കാർ അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാന്നുള്ള രീതിയിൽ. നമ്മള് പള്ളിക്ക് അകത്തോട്ട് കയറാനുള്ള പ്ലാൻ നമുക്ക് അല്ലെങ്കിലും ഇല്ലായിരുന്നു. നമുക്ക് ആ ലൊക്കേഷൻ കാണുക എന്നുള്ളതാണ്, അവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് മെയിൻ അല്ലേ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഗൈസ്, ഇവിടുത്തെ മറ്റു പള്ളികളിലൊന്നും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് എൻട്രി ഇല്ല. പക്ഷെ ഈ പള്ളിയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്കും പ്രാർത്ഥനാ സമയങ്ങളല്ലെന്നുണ്ടെങ്കിൽ എൻട്രി കിട്ടാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആ മോസ്കിന്റെ അടുത്തേക്ക് എത്തി. നമുക്ക് മോസ്കിലേക്ക് ദൂരേക്ക് നോക്കുമ്പോഴാണെങ്കിലും മോസ്കിന്റെ അകത്തൊന്നും നമുക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ആ പുറത്തുള്ള ബാരിയറിന് പുറത്തോട്ടാണ് നമുക്ക് ആളെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊരു ബ്യൂട്ടിഫുൾ വ്യൂ, ആ ഒരു ഹാസൻ ടു മോസ്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ നേരെ അപ്പുറത്ത് കടലാണ്, അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ചില സമയത്ത് അവിടെ നിന്നുള്ള ആ തിരകൾ അടിച്ച് നമ്മളുടെ ഈ പള്ളിയുടെ വോളിലേക്ക് ഇങ്ങനെ അടിക്കാറുണ്ട്. അതൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ്. സോ ആ കാഴ്ചകൾ അത്ര തിരയുണ്ടോ അറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അത് നമ്മളിപ്പോ കാണും. ഹസൻ ടു മോസ്ക് മൊറോക്കോയിലെ കസബ്ലാങ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മോസ്കാണ് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ദേവാലയം. അകത്തും പുറത്തുമായി ഏകദേശം 100,000-ഓളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഈ ദേവാലയത്തിലുണ്ട്. ഈ മനോഹരമായ മിനാരയുടെ ഉയരം എന്ന് പറയുന്നത് 210 മീറ്ററാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി മിനാര കൂടിയാണ് ഹസൻ ടു മോസ്കിന് ഉള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ ആ മനോഹരമായ കാഴ്ച ഇതാണ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ അല്ലേ. ഇന്നെനിക്കൊന്ന് തീരെ കുറവാണെന്ന് തോന്നുന്നു. അതായത് ഈ തിരകൾ വന്നാണ്ട് ഇതേ ഇങ്ങനെ അടിച്ചു കയറും. ചിലപ്പോൾ ഇവിടം വരെയൊക്കെ അടിച്ചു കയറാറുണ്ട്. ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്നിടം വരെയൊക്കെ തിര വരാറുണ്ട്. ഇന്നിപ്പോ തിര കുറവാണ്. സോ ബ്യൂട്ടിഫുൾ അല്ലേ. നമുക്ക് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ധൃതി വെച്ച് വന്നത്. ബട്ട് സ്റ്റിൽ ഈവനിങ് വരെയൊക്കെ ഓപ്പൺ ആണെന്നാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നു. ഡോണ്ട് നോ, ബട്ട് ഇറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ആ ഔട്ട്സൈഡ് പ്രിമൈസസിലെങ്കിലും കയറാൻ പറ്റിയായിരുന്നു നല്ലതായിരുന്നു. ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. വന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എമി എങ്ങനെയുണ്ട് ലൊക്കേഷൻ? അടിപൊളി അല്ലേ? വന്നില്ലായിരുന്നു, മിസ്സായി പോനെ. ഇവിടെ ഹെന്ന ക്യാൻവാസിങ് നടക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. അവരെല്ലാം അപ്രോച്ച് ചെയ്യുന്നത്. എത്ര റേറ്റ് ഒന്നും ചോദിച്ചില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വേണ്ടാന്ന് തോന്നി. വെറുതെ നിന്ന് റിസ്ക് എടുക്കുന്നത് അല്ലേ. ഇൻഫെക്ഷൻ വല്ല ആയാലോ അല്ലേ. അറിയത്തില്ല ഇനി ആ ഉപയോഗിക്കുന്ന മെഹന്തി ഒക്കെ എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ. ചിലപ്പോ അലർജി എന്തെങ്കിലും വന്നാ. അങ്ങനെ എന്തായാലും ഈ സൺലൈറ്റ് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച്. സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ. സീബ്ര ക്രോസിംഗ് ഒക്കെ കോമഡി ആട്ടോ. നിർത്തി തരാനുള്ള മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല. ഓടിക്കോണം. നമുക്ക് മദീനയിലോട്ടാണ് ഇനി പോകേണ്ടത്. ഇവിടെ നിന്ന് അധികം കറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കാണാൻ വന്ന കാഴ്ച കണ്ടു, അകത്തേക്ക് കയറാൻ പറ്റിയില്ല. But it's okay. Whether we want to go to Medina. Yeah. Dirhams? Hindi? Shahrukh Khan. How much, brother? How much dirhams? 50 is so much. I think 30 is good. 3 is good, huh? Okay. 20 കൊടുത്താൽ മതിയായിരുന്നല്ലോ. It's okay. So you know everyone, Shahrukh Khan. Kajol. You like Kajol, huh? Hindi. أنا هندي مروكو هندي. Okay. So അങ്ങനെ അപ്പോൾ പുള്ളി البازار حبوس. ബസാർ മദീന. مدينة بازار is good. Okay, thank you. لو كادو رمضان la famille. تكوني أرجان. أرجان. أرجان بقولوا oil. أنا. ولكن كل مونجي كل بقولوا. Okay. അതായത് tomorrow. Okay. സോ ബേസിക്കലി അർഗാൻ ഓയിൽ എന്ന് പറയുന്നത് ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളത് മൊറോക്കോയിലാണ്. ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹമാമിനൊക്കെ യൂസ് ചെയ്യും. ഹമാമയ. حمام كنا موسكي حسن شوف يمكن حمام مساج. Okay. Tomorrow. Yes. Moki paki donji. അതെന്തു പടിയത്? Moki paki donji. വെരി ഗുഡ്. നാളെ 10 മണിക്ക് വന്നാൽ ഈ മോസ്ക് കാണാമെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മള് ഞാന് ഇത് തലയിൽ തുണി ഇടണം എന്നല്ലേ മേഡം ഇടണമെന്ന് പറഞ്ഞു. അണ്ടർസ്റ്റുഡ് ആണല്ലേ.
This is Sul Bazaar. ഓക്കെ Souk. സൂക്ക് Wow. അങ്ങനെ നമ്മള് മദീന ഭാഗത്തേക്ക് എത്തി. ബേസിക്കലി മദീന എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സെന്റർ എന്നുള്ള ഒരു ഇതാണ് കേട്ടോ കോൺസെപ്റ്റ്. പിന്നെ ഇതൊക്കെ നടന്നു ഇരുന്നു ഒക്കെ കാണുക, അകത്തോട്ടൊക്കെ കയറി പോവാ. ബസാർ. താങ്ക് യു. ബൈ ബൈ ബൈ. അങ്ങനെ ചേട്ടൻ നമ്മളോട് നല്ല ഏട്ടനായിരുന്നേ. ബ്യൂട്ടിഫുൾ. ഇത് വേണ്ടേ ഏതാടി? മൊറോക്കോയുടെ സുവനിയർ അല്ലേ? ഓക്കെ ഓക്കെ. I know magic only. This is magic box. Open. If you open it, she give you a small present. Key inside. No sneaky. This key inside. കീ ഇൻസൈഡ്. Yes. Alibaba. എനിക്ക് പേടി ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ. Key. ഓക്കെ. Open well. Key how to open. Come here. We go for. Later we walk and come back. No problem. go and come back. എവിടാ? Go. Okay. Here middle. Okay. Problem here. Okay. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. In middle. This is Alibaba box. അലിബാബയുടെ ആണ്. Yes. So nice. I know this. Open. Open. സൂപ്പർ. അത് കൊല വിറ്റായിരുന്നു കേട്ടോ. അത് പ്രതീക്ഷിച്ചു ഞാൻ ആദ്യം തുറക്കാൻ. ഞാൻ അങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഗൈസ്. നിങ്ങൾ വാങ്ങിച്ച് വാരി പറക്കാനാണെങ്കിൽ ഒന്നും നോക്കണ്ട. ഇനി പോരാ. ഇവിടുത്തെ വില വിവരങ്ങളൊന്നും വലിയ പിടുത്തമില്ല. പക്ഷെ ഏതൊരു ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പോലെ പറയുന്നതിന്റെ പകുതി വിലയ്ക്ക് സംഭവങ്ങൾ കിട്ടും. സോ ബാർഗൈൻ ചെയ്യാൻ റെഡി ആയിട്ട് വന്നാൽ മതി കേട്ടോ. ബാഗ് ലെതറിന്റെ ബാഗാന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തോ നോക്കാനുണ്ടെന്നോ എന്താ നോക്കട്ടെ. എന്തൊരു കഫ്താനോ? കഫ്താൻ. വിശാലമായ ഷോറൂം. കോട്ടയം സീമ. ഇത് കോട്ടയം സീമാറ്റി. വലിയതാ. ചെറുതുണ്ടോ നോക്ക്, നിന്റെ സൈസിന് പറ്റിയത്. ഇതാണ് ഉദ്ദേശിച്ച സാധനം. Dirhams? This model, what? Kaftan, very nice. This 300. 300 dirhams. അത്ര വേണം? അത്ര വേണോ? വേണം. നടന്നിട്ട് വരാം. ഇന്ന് മിക്കവാറും ഉണ്ടല്ലോ എനിക്ക് ഒരു സാധനം വാങ്ങിച്ചു തരുന്നില്ല. നടന്നിട്ട് വരാം നമുക്ക്. ആദ്യം ഒന്ന് കാണണ്ടേ. നമുക്ക് ടർക്കി പോയപ്പോഴത്തെ അനുഭവം. പിന്നെ എന്താ പറയാൻ പോകുന്നറിയോ? സമയം പോയി, ട്രെയിൻ ഇല്ല, തിരിച്ചു പോകേണ്ടതാ. അല്ല എന്തായാലും നമ്മൾ ഇന്ന് അത്രയെങ്കിലും മാച്ചിട്ട് എവിടെ നിന്ന് പോകത്തുള്ളൂ. കാരണം എങ്ങനെയുണ്ട് നീ സാധനങ്ങളൊക്കെ? ആ ടർക്കി മോഡലൊക്കെ തന്നെ അല്ലേ? ഇതാണ് ഈ ടജീന്റെ ഒരു സാധനം. ടജീൻ ഇവരുടെ ഒരു കുക്കിംഗ് പോട്ടാണ് ബേസിക്കലി. ഇതിനകത്ത് അവര് സമയം എടുത്ത് അവർ സ്ലോ കുക്ക് ചെയ്യാറുണ്ട് ഇതിനകത്ത്. അതിന്റെ പല മിനിയേച്ചേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. വേണ്ട പൊടി. പിന്നെ നമ്മുടെ മൊറോക്കൻ ചായയുടെ സാധനം, മൊറോക്കൻ ടീ ഇവിടെ ഭയങ്കര ഫേമസ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കട്ടൻ ചായയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് കട്ടൻ കാപ്പിയുടെ ആളാണ് കേട്ടോ. സോ ബേസിക്കലി ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചന്ത അല്ലേ? അതാണ് ഐറ്റം. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് നമ്മൾ കണ്ട. അതാണ് നമ്മൾ ടർക്കിയിൽ നിന്ന് വാങ്ങിച്ച സാധനം. ഇതൊക്കെ ടർക്കി പ്രോഡക്ട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ ചെറുത് നമുക്കുണ്ട്. ഇതൊക്കെ എനിക്കത് കൂടുതൽ സാധനങ്ങളൊക്കെ ടർക്കിയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. അതിന് മൊറോക്കോയിൽ നിന്ന് ടർക്കിക്ക് പോകുന്നതാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഗൈസ് കാസബ്ലാങ്കയോട് വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എവിടെത്തി? നമ്മൾ വീണ്ടും റബാത്തിലെത്തി. ഇനി നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഇവിടെ നിന്ന് കഴിക്കണമെന്നുള്ളത്. കാരണം അവിടെ അടുത്തൊക്കെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ, അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. രാവിലത്തെ ആ ട്രെയിൻ ചെയ്യണത് തന്നെ അത്യാവശ്യം ടയറിങ് ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ വന്ന് തിരിച്ച് വന്ന് ഫ്രഷപ്പൊക്കെ ആയി, ഫുഡൊക്കെ അടിച്ചപ്പം വീണ്ടും റീചാർജ് ആയി. നമ്മൾ നേരെ ഇവിടെ പോയി കാസബ്ലാങ്ക പോയി നമ്മൾ അവിടുത്തെ ആ മോസ്ക് കാര്യങ്ങളൊക്കെ കണ്ടു. ഇച്ചിരി ഹറിബറി റഷിലാണ് നമ്മൾ കണ്ടത് കാര്യങ്ങളൊക്കെ. പക്ഷെ ബേസിക്കലി നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, അത് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ മീ? അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം, ഈ സീരീസിന്റെ അവസാനം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഒരു രക്ഷയില്ല അല്ലേ? ഭയങ്കര കൺവീനിയന്റ് ആണ്. കണക്ടിവിറ്റി അടിപൊളിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സ്റ്റേഷനുകളിലൊക്കെയാണ് നല്ല സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട. പിന്നെ കാർഡ് പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. സോ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ട്രാൻസ്പോർട്ടേഷൻ പക്കയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോഡ് ട്രിപ്പാണ്. സോ നമ്മൾ ഒരു മല കയറാൻ പോവാണ്. ഓക്കെ അല്ലേ?
ഒരു 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 പ്രത്യേകതരം നിറമുള്ളൊരു നഗരം കാണാൻ വേണ്ടിയിട്ട്. അത് മലയുടെ മണ്ടൊക്കെ ആയിരിക്കുന്നത് അല്ലേ? അല്ല, രണ്ടും നാളെ പറയാല്ലേ. കൂടുതൽ വിവരങ്ങൾ നാളെ പറയാം, ഇന്നിപ്പോ ഒത്തിരി നീണ്ടുപോയി. അപ്പൊ അങ്ങനെ, അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ UK to the world.